മറ്റൊന്നിനോടും താരതമ്യം ചെയ്യാൻ കഴിയാത്തതെന്ന വിശേഷണമുള്ള ഔഷധങ്ങളുടെ റാണി തുളസി ദേവിയുടെ കഥ. ദേവി ഭാഗവതം പറയുന്നത് പ്രകാരം തുളസി വിഷ്ണു പത്നിയാകുന്ന ലക്ഷ്മി ദേവിയുടെ അവതാരം തന്നെ ആകുന്നു. അതിനാൽ തന്നെ വിഷ്ണുവല്ലഭ, ഹരിപ്രിയ, വിഷ്ണു തുളസി എന്നീ നാമങ്ങളിലും തുളസി ദേവി അറിയപ്പെടുന്നു. പ്രശസ്തനാകുന്ന ശൈവാരാധകനായ രാജാവാകുന്നു വൃഷധ്വജൻ. അദ്ദേഹം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. തന്റെ രാജ്യത്ത് ശിവനെ അല്ലാതെ മറ്റാരെയും ആരാധിച്ചുകൂടാ എന്നുള്ളത്. തന്നെയുമല്ല, മറ്റു ദേവതാ ശില്പങ്ങളും ചിഹ്നങ്ങളും എല്ലാം തച്ചുടച്ച് കളയുവാനും ഏർപ്പാട് ചെയ്തു. വൃഷധ്വജന്റെ പ്രവൃത്തിയിൽ കോപാകുലനായ സൂര്യദേവൻ വൃഷധ്വജനെ ഉഗ്രമായി ശപിച്ചു. ലക്ഷ്മി നഷ്ടപ്പെട്ട് ക്ഷയമുണ്ടാകട്ടെ എന്ന് സൂര്യശാപം അക്ഷരം പ്രതി നടന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. വൃഷധ്വജനും അദ്ദേഹത്തിന്റെ അനന്തരാവകാശിയായ മകനും മരിച്ചു. അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളായ ധർമ്മധ്വജനും കുശധ്വജനും. അവരിലേക്ക് രാജ്യഭാരം വന്നെത്തി. ക്ഷയിച്ചില്ലാതായി നിൽക്കുന്ന തങ്ങളുടെ രാജ്യത്തേക്ക് ലക്ഷ്മി ദേവിയെ തിരികെ കൊണ്ടുവരുവാൻ അവർ തീരുമാനിച്ചു. അവരുടെ പ്രയത്നഫലമായി ധർമ്മധ്വജന് തുളസി ദേവിയും കുശധ്വജന് ലക്ഷ്മി ദേവി വേദവതി എന്ന നാമത്തിലും ജനിച്ചു. യൗവനയുക്തയായ തുളസി വിഷ്ണുവിനെ ഭർത്താവായി ലഭിക്കുവാൻ തപസ് അനുഷ്ഠിക്കുവാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അവൾ ബദരീനാഥിലേക്ക് പോയി. അവളുടെ തപസ്സിൽ സന്തുഷ്ടനായ ബ്രഹ്മാവ് വിഷ്ണുവിനെ വിവാഹം കഴിക്കുന്നതിന് വിഷ്ണുവിന്റെ അംശാവതാരമാകുന്ന ദൈത്യനായ ശംഖചൂഡനെ വിവാഹം കഴിക്കണമെന്ന് അവളോട് പറയുന്നു. അതേ പ്രകാരം തന്നെ അവൾ അയാളെ വിവാഹം കഴിക്കുകയും ഉണ്ടായി. അങ്ങനെ കഴിയവേ ശംഖചൂഡൻ ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തുവാൻ ഒരു കഠിനമായ തപസ് അനുഷ്ഠിച്ചു. തപസ്സിന്റെ ഉദ്ദേശം വിഷ്ണു കവചം ആകുന്നു. അതേ പ്രകാരം തന്നെ അദ്ദേഹത്തിന് വിഷ്ണു കവചം ലഭിച്ചു. വിഷ്ണു കവചം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം ആർക്കും അദ്ദേഹത്തെ കൊല്ലാൻ കഴിയുകയില്ല. അങ്ങനെ ആ ശംഖചൂഡന് അഹങ്കാരം വർദ്ധിച്ചു. ശംഖചൂഡനെ കൊണ്ട് പൊറുതിമുട്ടിയ ദേവന്മാർ വിഷ്ണുവിനോട് വിഷ്ണു കവചം മോചിപ്പിക്കുവാൻ അപേക്ഷിച്ചു. അപ്പോഴേക്കും വിഷ്ണു തന്റെ ത്രിശൂലം ശിവന് നൽകി. വിഷ്ണു നൽകിയ ആ ത്രിശൂലം ഉപയോഗിച്ചുകൊണ്ട് ശംഖചൂഡനെ ശിവൻ കൊന്നു. വിഷ്ണു ശംഖചൂഡന്റെ രൂപത്തിൽ തുളസിക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ തന്റെ പതിയല്ല തന്റെ മുൻപാകെ വന്നു നിൽക്കുന്നതെന്ന് തുളസി മനസ്സിലാക്കി. അവൾ വിഷ്ണു ഭഗവാനെ ശപിക്കുവാനായി തുനിഞ്ഞു. അപ്പോൾ വിഷ്ണു തന്റെ യഥാർത്ഥ രൂപത്തിൽ അവളുടെ മുൻപാകെ പ്രത്യക്ഷപ്പെട്ടു. അവളോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അതിനുശേഷം തുളസി അദ്ദേഹത്തോടൊപ്പം വൈകുണ്ഠത്തിലേക്ക് പോയി വിഷ്ണുവിന്റെ പത്നിയായി മാറുകയും ചെയ്തു.